അധ്യായം 112. അൽ ഇഖ്ലാസ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 4. നാമം. അൽ ഇഖ്ലാസ് സൂറയുടെ പേര് മാത്രമല്ല, ഉള്ളടക്കത്തിന്റെ ശീർഷകവും കൂടിയാകുന്നു. തൗഹീദിന്റെ തനിമയാണ് ഇതിൽ പറയുന്നത്. മറ്റു ഖുർആൻ സൂറകൾക്ക് പൊതുവിൽ നിശ്ചയിക്കപ്പെട്ട പേരുകൾ അവയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും പദങ്ങളാണ്. എന്നാൽ ഇഖ്ലാസ് എന്ന പദം ഈ സൂറയിൽ എവിടെയും വന്നിട്ടില്ല. ഈ സൂറ ഗ്രഹിച്ച് അതിലെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർ ശിർക്കിൽ നിന്ന് മുക്തരാകുന്നു എന്ന നിലയ്ക്കാണ് ഇതിന് അൽ ഇഖ്ലാസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവതരണകാലം. ഇത് മക്കയിൽ അവതരിച്ചതാണോ മദീനയിൽ അവതരിച്ചതാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഇതിന്റെ അവതരണ കാരണം സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട നിവേദനങ്ങളാണ് ഈ തർക്കത്തിനാധാരം. നാം അത് ക്രമപ്രകാരം താഴെ ഉദ്ധരിക്കുന്നു. 1. ത്വബറാനി അബ്ദുല്ലാഹിബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഖുറൈശികൾ നബി തിരുമേനിയോട് അദ്ദേഹത്തിന്റെ റബ്ബിന്റെ വംശം പറഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഈ സൂറ അവതരിച്ചത്. 2. ഉബയ്യിബ്നു കഅബ് മുഖേന അബുൽ ആലിയ നിവേദനം ചെയ്യുന്നു, മുശ്രിക്കുകൾ റസൂൽ തിരുമേനിയോട് പറഞ്ഞു, താങ്കളുടെ റബ്ബിന്റെ വംശം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അല്ലാഹു ഈ സൂറ അവതരിപ്പിച്ചു. 3. അബൂ യഅല, ഇബ്നു ജരീർ, ഇബ്നുൽ മുൻദിർ, തബ്റാനി, ബൈഹഖി, അബൂ നുഐം എന്നിവർ അബ്ദുല്ലാഹിബ്നു ജാബിറിനെ ഉദ്ധരിക്കുന്നു. ഒരു അഅറാബി നബി തിരുമേനിയോട് അദ്ദേഹത്തിന്റെ റബ്ബിന്റെ വംശം പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു ഈ സൂറ അവതരിപ്പിച്ചത്. 4. ഇബ്നു അബി ഹാത്തിമും ഇബ്നു അദിയും അൽ അസ്മാഉ വസ്സിഫാത്തിൽ ബൈഹഖിയും ഇക്രിമ ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചതായി നിവേദനം ചെയ്യുന്നു. ഒരു പറ്റം ജൂതന്മാർ പ്രവാചക സന്നിധിയിൽ വന്നു. കൂട്ടത്തിൽ കഅബ് ഇബ്നു അഷ്റഫ്, ഹുയയ് ഇബ്നു അഖ്തബ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഓ മുഹമ്മദ്, താങ്കളെ നിയോഗിച്ച റബ്ബ് എങ്ങനെയുള്ളവനാണെന്ന് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ. അപ്പോൾ അല്ലാഹു ഈ സൂറ അവതരിപ്പിച്ചു. ഈ നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്: പല സന്ദർഭങ്ങളിൽ പല ആളുകൾ നബി തിരുമേനിയോട് അദ്ദേഹം ജനങ്ങളോട് ആരാധിക്കാൻ പറയുന്ന ദൈവത്തിന്റെ സ്വഭാവവും സത്തയും അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം മറുപടിയായി അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഈ സൂറ കേൾപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ആദ്യം മക്കയിലെ ഖുറൈശികൾ തിരുമേനിയോട് ഈ ചോദ്യമുന്നയിച്ചു. അതിനു മറുപടിയായി ഈ സൂറ അവതരിച്ചു. പിന്നീട് മദീനയിൽ ചിലപ്പോൾ ജൂതന്മാരും ചിലപ്പോൾ ക്രിസ്ത്യാനികളും ചിലപ്പോൾ അറബികളായ മറ്റു ചിലരും തിരുമേനിയോട് ഇതേ മട്ടിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. മറുപടിയായി ഈ സൂറ കേൾപ്പിക്കാനാണ് എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിങ്കൽ നിന്ന് സൂചനയുണ്ടായത്. ഈ സൂറ മക്കയിൽ അവതരിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം. ഉള്ളടക്കം വീക്ഷിച്ചാൽ മക്കയിൽ തന്നെ ആദ്യഘട്ടത്തിൽ അവതരിച്ചതാണിതെന്ന് മനസ്സിലാകും. അല്ലാഹുവിന്റെ സത്തയും ഗുണങ്ങളും വർണ്ണിക്കുന്ന വിശദമായ ഖുർആൻ സൂക്തങ്ങൾ അന്ന് അവതരിച്ചിരുന്നില്ല. റസൂൽ തിരുമേനിയുടെ പ്രബോധനം കേട്ടവർ ഞങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവം എങ്ങനെയുള്ളവനാണെന്നറിയാൻ താൽപര്യപ്പെട്ടു. ഇത് പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ വളരെ ആദ്യഘട്ടത്തിൽ അവതരിച്ചതാണെന്നതിന് ഒരു തെളിവ് കൂടിയുണ്ട്. അതിതാണ്: മക്കയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫ് അദ്ദേഹത്തെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി മീതെ ഒരു വലിയ കല്ല് കയറ്റിവെച്ച് മർദ്ദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അഹദ് അഹദ് എന്നാണ് അദ്ദേഹം നിലവിളിച്ചിരുന്നത്. ഈ അഹദ് ശബ്ദം ഈ സൂറയിൽ നിന്ന് സ്വീകരിച്ചതായിരുന്നു. ഉള്ളടക്കം. അവതരണ കാരണം സംബന്ധിച്ച നിവേദനങ്ങളിൽ ഒരൊറ്റ നോട്ടം നടത്തിയാൽ തന്നെ നബി തിരുമേനി ഏകദൈവത്വ സന്ദേശവുമായി രംഗപ്രവേശം ചെയ്ത കാലത്ത് ലോകത്തുണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. കല്ല്, മരം, സ്വർണം, വെള്ളി തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദൈവങ്ങളെയാണ് വിഗ്രഹാരാധകരായ ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചിരുന്നത്. അവയ്ക്ക് രൂപവും ആകാരവും ജഡവും ഉണ്ടായിരുന്നു. ദേവീദേവന്മാരുടെ വ്യവസ്ഥാപിതമായ വംശങ്ങൾ നിലനിന്നു. ദേവിമാർക്കൊക്കെ ഭർത്താക്കന്മാരുമുണ്ട്. ഇണയില്ലാത്ത ദേവന്മാരാരുമില്ല. അവർക്ക് തിന്നാനും കുടിക്കാനും വേണമായിരുന്നു. ഭക്തന്മാരാണ് അതൊക്കെ ഏർപ്പെടുത്തി കൊടുത്തിരുന്നത്. ബഹുദൈവ വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ദൈവം മനുഷ്യരൂപം ധരിച്ചു പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചു. ചില മനുഷ്യർ ദൈവാവതാരങ്ങളായിരുന്നു. ക്രൈസ്തവർ ഏകദൈവ വിശ്വാസം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അവരുടെ ദൈവത്തിന് ചുരുങ്ങിയത് ഒരു പുത്രനെങ്കിലും ഉണ്ടായിരുന്നു. പിതാവിനും പുത്രനുമൊപ്പം റൂഹുൽ ഖുദ്സിനും ദിവ്യത്വത്തിൽ പങ്കാളിത്തം ലഭിച്ചിരുന്നു. പോരാ, ദൈവത്തിന് മാതാവും അമ്മായിയും കൂടിയുണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസം അവകാശപ്പെടുന്നവരാണ് ജൂതന്മാരും. പക്ഷേ അവരുടെ ദൈവവും പദാർത്ഥത്തിൽ നിന്നും ജഡത്തിൽ നിന്നും മറ്റു മാനുഷിക ഗുണങ്ങളിൽ നിന്നും മുക്തനായിരുന്നില്ല.
അവൻ അലസമായി ചുറ്റിക്കറങ്ങി നടക്കുന്നു, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, തന്റെ ദാസനുമായി ദ്വന്ദ്വയുദ്ധം നടത്തുക പോലും ചെയ്യുന്നു. ഉസൈർ എന്ന ഒരു പുത്രന്റെ പിതാവുമാണ്. ഈ മതഗ്രൂപ്പുകൾക്ക് പുറമെ മജൂസികൾ അഗ്നിയെ ആരാധിച്ചു, സാബികൾ നക്ഷത്രങ്ങളെ ആരാധിച്ചു. ഈ പരിതസ്ഥിതിയിൽ പങ്കുകാരനില്ലാത്ത ഏകദൈവത്തിൽ വിശ്വസിക്കുക എന്നുദ്ബോധിപ്പിക്കപ്പെട്ടാൽ ജനമനസ്സിൽ ഇത്തരം ചോദ്യമുയരുക സ്വാഭാവികമായിരുന്നു. മറ്റെല്ലാ റബ്ബുകളെയും ആരാധ്യരെയും കൈവെടിഞ്ഞ് തങ്ങളോട് അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന ഈ ഒരേയൊരു ദൈവം ഏതു ജാതിയാണ്? ഏതാനും പദങ്ങളിലൂടെ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയത് വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയത്രേ. അത് ദൈവാസ്തിത്വത്തിന്റെ വ്യക്തമായ വിഭാവനമുളവാക്കുന്നു. ബഹുദൈവത്വപരമായ എല്ലാ ദൈവസങ്കല്പങ്ങളെയും അട്ടിമറിക്കുന്നു. ദൈവസത്തയെ സൃഷ്ടിഗുണങ്ങളിൽ ഒരു ഗുണത്തിന്റെയും മാലിന്യം തീണ്ടാതെ സംശുദ്ധമായി തെളിമയോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രേഷ്ഠതയും പ്രാധാന്യവും. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ നബി തിരുമേനിയുടെ ദൃഷ്ടിയിൽ ഈ സൂറ വളരെ മഹത്തരമായിരുന്നു. തിരുമേനി പല മട്ടിൽ മുസ്ലിങ്ങളെ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മനുഷ്യ മനസ്സിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലുകയും അവരുടെ നാവിൽ തത്തിക്കളിക്കുകയും ചെയ്യുന്ന 4 കൊച്ചുവാക്യങ്ങളിലൂടെ ഇസ്ലാമിന്റെ പ്രഥമ അസ്ഥിവാരമായ ഏകദൈവ വിശ്വാസത്തെ വിശദീകരിച്ചിരിക്കുകയാണിതിൽ. ഈ സൂറ വിശുദ്ധ ഖുർആനിന്റെ 1/3 തുല്യമാണെന്ന് നബി തിരുമേനി നിരവധി സന്ദർഭങ്ങളിൽ പല മട്ടിൽ പ്രസ്താവിച്ചതായി ധാരാളം ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രവാചക വചനങ്ങൾക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ ലളിതവും സ്പഷ്ടവുമായിട്ടുള്ളത് ഇതാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ദീനിന്റെ അസ്ഥിവാരം 3 മൗലികാദർശങ്ങളിൽ അധിഷ്ഠിതമാകുന്നു. 1 ഏകദൈവത്വം, 2 പ്രവാചകത്വം, 3 പരലോകം. ഈ സൂറ കറയറ്റ തൗഹീദിനെ വിവരിക്കുന്നതിനാൽ നബി തിരുമേനി ഇതിനെ ഖുർആനിന്റെ 1/3 തുല്യമായി പ്രഖ്യാപിച്ചു. ബുഖാരിയും മുസ്ലിമും മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയെ ഉദ്ധരിക്കുന്നു. റസൂൽ തിരുമേനി ഒരു സ്വഹാബിയെ ഒരു സംരംഭത്തിന്റെ നായകനായി നിയോഗിച്ചു. ആ യാത്രയിൽ അദ്ദേഹം എല്ലാ നമസ്കാരങ്ങളിലും സ്ഥിരമായി ഖുൽ ഹുവല്ലാഹു ഓതി ഖുർആൻ പാരായണം അവസാനിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഈ നടപടിയെക്കുറിച്ച് നബി തിരുമേനിയെ ഉണർത്തി. നബി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. അതുപ്രകാരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ റഹ്മാന്റെ ഗുണങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു, അതിനാൽ അതിന്റെ പാരായണം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി ആളുകളോട് പറഞ്ഞു, പരമോന്നതനായ അല്ലാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറയൂ.